ഗുഡ് മോർണിംഗ്. റോഡ് എഞ്ചിനീയറിംഗ് ചാപ്റ്ററിലെ കർവ്സ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കർവ്സ് ആർ ദ റെഗുലർ ബെൻഡ് ഓർ കർവ്ഡ് പാത്ത് പ്രൊവൈഡഡ് ഇൻ ദ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, സേ റെയിൽവേ ഓർ ഹൈവേ അലൈൻമെൻറ്റ്. ഇറ്റ് മേ ബി ഐദർ സർക്കുലർ, പാരബോളിക് ഓർ സ്പൈറൽ. റെയിൽവേ ട്രാക്ക് അലൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈവേ അല്ലെങ്കിൽ റോഡ് അലൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബെൻഡിനെ, അതായത് വളവുകളെയും തിരിവുകളെയാണ് നമ്മൾ കർവ്സ് എന്ന് പറയുക. 3 ടൈപ്പിലാണ് കർവ്സ് ഉള്ളത്: സർക്കുലർ, പാരബോളിക് ഓർ സ്പൈറൽ. നെസസിറ്റി ഓഫ് പ്രൊവൈഡിങ് കർവ്സ്. എന്തൊക്കെയാണ് നമ്മൾ കർവ്സ് കൊടുക്കാനുള്ള ആവശ്യകത എന്നാണ് നോക്കുന്നത്. ടു ലേ റോഡ് അക്കോർഡിംഗ് ടു ദ ടോപ്പോഗ്രഫി. ആ സ്ഥലത്തിൻ്റെ ഘടന, അതായത് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണോ അതോ ഹില്ലി ഏരിയ ആണോ എന്നൊക്കെ അനുസരിച്ച് റോഡിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർവ്സ് കൊടുക്കുന്നത്. അതായത് ഹില്ലി ഏരിയാസൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ്സ് മാത്രം കൊടുക്കാൻ പറ്റില്ല. സെക്കൻഡ് വൺ ഈസ് ടു അവോയ്ഡ് കോസ്റ്റ്ലി ലാൻഡ്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി റോഡ് ഉണ്ടാക്കണമെങ്കിൽ സ്ഥലം അക്വയർ ചെയ്യാനുള്ള പൈസ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ സ്ഥലത്തിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി റോഡിൽ കർവ്സ് കൊടുത്ത് വഴി തിരിച്ചു വിടും. തേർഡ് വൺ ഈസ് ടു അവോയ്ഡ് എക്സസീവ് കട്ടിംഗ് ആൻഡ് ഫില്ലിംഗ്. റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ ആ സ്ട്രെയിറ്റ് അപ്രോച്ച് തന്നെ റോഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കട്ടിംഗ് അല്ലെങ്കിൽ ഫില്ലിംഗ്, അതായത് മണ്ണിട്ട് നികത്തുകയോ അല്ലെങ്കിൽ മണ്ണിട്ട് ഉയർത്തുകയോ ചെയ്യണം. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കർവ് കൊടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് റോഡ് ഡൈവേർട്ട് ചെയ്യും. ഫോർത്ത് വൺ ഈസ് ടു അവോയ്ഡ് സർട്ടൻ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ്. നമ്മളൊരു സ്ട്രെയിറ്റ് അപ്രോച്ചുള്ള റോഡ് നിർമ്മിക്കുകയെന്ന് കരുതുക. ആ സ്ട്രെയിറ്റ് റോഡ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയ സ്ട്രക്ചേഴ്സ്, വല്ല പള്ളിയോ അല്ലെങ്കിൽ അമ്പലങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റോഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കർവ്സ് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് ടു മേക്ക് യൂസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് റോഡ്, ബ്രിഡ്ജ് എക്സെട്ര. നമ്മൾ റോഡ് കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റോഡോ അല്ലെങ്കിൽ ഒരു പാലമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റോഡിലേക്ക് അല്ലെങ്കിൽ പാലത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന റോഡിനെ കണക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കർവ്സ് കൊടുത്ത് ആ റോഡിലേക്ക് കണക്ട് ചെയ്യാറുണ്ട്. അതായത് ഇനി എക്സ്ട്രാ വേറൊരു റോഡ് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന റോഡിലേക്ക് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന റോഡിനെ കണക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ കർവ്സ് കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. ലാസ്റ്റ് നെസസിറ്റി ഈസ് ടു അവോയ്ഡ് ആക്സസ് ടു എ പെർട്ടിക്കുലർ പ്ലേസ്. നമ്മൾ നേരത്തെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസിലേക്ക്, അതൊരു സ്ഥലത്തേക്ക് ഉള്ള വഴി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ കർവ്സ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട്. ഹൊറിസോണ്ടൽ കർവ്. എ കർവ് പ്രൊവൈഡഡ് ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ദി സെൻറ്റർ ലൈൻ ഓഫ് ദ റോഡ്. റോഡിൻ്റെ അലൈൻമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെൻറ്റർ ലൈനിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ദിശ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ കർവ്സ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. മിനിമം റേഡിയസ് ഓഫ് എ ഹൊറിസോണ്ടൽ കർവ് ഡിപ്പെൻഡ്സ് ഓൺ ദി പെർമിസിബിൾ ഡിസൈൻ സ്പീഡ് ഓഫ് ദ റോഡ്. നമ്മളൊരു ഹൊറിസോണ്ടൽ കർവ് നിർമ്മിക്കുകയാണ്. ആ കർവിന് കൊടുക്കേണ്ട മിനിമം റേഡിയസ് എന്ന് പറയുന്നത് ആ റോഡിൻ്റെ ഡിസൈൻ സ്പീഡ്, നമ്മൾ ആ റോഡ് ഡിസൈൻ ചെയ്തേക്കണ മാക്സിമം പെർമിസിബിൾ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ കർവിന് കൊടുക്കേണ്ട റേഡിയസ്. ഹൊറിസോണ്ടൽ കർവ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇനി പറയാൻ പോകുന്നത്. ജനറലി 4 ടൈപ്പ് ഓഫ് ഹൊറിസോണ്ടൽ കർവ്സ് ആണ് ഉള്ളത്: സിമ്പിൾ കർവ്, കോമ്പൗണ്ട് കർവ്, റിവേഴ്സ് കർവ് ആൻഡ് ട്രാൻസിഷൻ കർവ്. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ കർവ്. ഇറ്റ് ഈസ് എ സർക്കുലർ കർവ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ആർക്ക് ഓഫ് യൂണിഫോം റേഡിയസ്. നമുക്കറിയാം, ഒരു കർവ് എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഒരു പോർഷൻ പോലെയാണ്, അതായത് ഒരു ആർക്ക് പോലെയാണ്. ആ ആർക്കിൻ്റെ റേഡിയസ് ത്രൂ ഔട്ടായിട്ടും സെയിം തന്നെയാണ്, അത് യൂണിഫോം ആയിട്ടാണ് അതിൻ്റെ റേഡിയസ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കർവ്സിന് നമ്മൾ സിമ്പിൾ കർവ് എന്നാണ് പറയുക. നെക്സ്റ്റ് ഈസ് കോമ്പൗണ്ട് കർവ്. ഇറ്റ് കംപ്രൈസസ് ഓഫ് എ സീരീസ് ഓഫ് 2 or more simple curves of different radii which turn in the same direction. 2 അതിൽ കൂടുതലോ സിമ്പിൾ കർവ്സ്, ഡിഫറെൻറ്റ് റേഡിയസ് ഉള്ള, വ്യത്യസ്തമായ റേഡിയസ് ഉള്ള 2 അതിൽ കൂടുതലോ സിമ്പിൾ കർവ്സ് ജോയിൻ ചെയ്ത് രൂപപ്പെടുന്ന കർവ്സിനാണ് കോമ്പൗണ്ട് കർവ്സ് എന്ന് പറയുന്നത്.
ഈ സിമ്പിൾ കർവ്സ് എല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് കർവ് ഈസ് റിവേഴ്സ് കർവ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 simple curves of same or different radii which turn in the opposite direction. It is suitable for highways lying in the hilly regions. കോമ്പൗണ്ട് കർവ്സിലെ പോലെ തന്നെ റിവേഴ്സ് കർവിലും 2 സിമ്പിൾ കർവ്സ് ജോയിൻ ചെയ്തിട്ടാണ് രൂപപ്പെടുന്നത്. സിമ്പിൾ കർവ്സിന് സെയിം റേഡിയസോ അല്ലെങ്കിൽ വ്യത്യസ്തമായ റേഡിയസോ ആയിരിക്കാം. കോമ്പൗണ്ട് കർവിനെ കമ്പയർ ചെയ്യുമ്പോൾ റിവേഴ്സ് കർവിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ സിമ്പിൾ കർവ്സ് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്തിട്ടുണ്ടാവുക. ഹില്ലി റീജിയൻസിൽ ഹൈവേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി റിവേഴ്സ് കർവ്സ് ആണ് യൂസ് ചെയ്യാറ്. The fourth type of curve is transition curve. It is a curve having a radius which decreases from infinity at the tangent point to a designed radius of the circular curve. This type of curves is generally introduced on highway between a straight and circular curve to provide ease and gradual change in direction of the road alignment. ഒരു സ്ട്രെയിറ്റ് ആൻഡ് സർക്കുലർ റോഡിനെ കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കർവിനെയാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ഇതൊരു ഗ്രാജുവൽ കർവാണ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിഷൻ കർവ്സ് കൊടുക്കാറുള്ളത്. ഈ കർവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ് ഇൻഫിനിറ്റിയിൽ നിന്നും ഡിക്രീസ് ചെയ്ത് കുറഞ്ഞ് നമ്മൾ ഡിസൈൻ ചെയ്ത റേഡിയസിലേക്ക് ചുരുങ്ങി വരികയാണ് ചെയ്യാറ്. ടൈപ്സ് ഓഫ് ട്രാൻസിഷൻ കർവ്. 3 ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ കർവ്സ് ആണുള്ളത്: ലെംനിസ്കേറ്റ്, സ്പൈറൽ ആൻഡ് ക്യൂബിക് പാരബോള. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് IRC റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഹൊറിസോണ്ടൽ ഹൈവേ ആണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ സ്പൈറൽ കർവ്സ്, സ്പൈറൽ ട്രാൻസിഷൻ കർവ്സ് യൂസ് ചെയ്യാനാണ്. നെക്സ്റ്റ് ഈസ് വെർട്ടിക്കൽ കർവ്സ്. വെർട്ടിക്കൽ കർവ്സ് ആർ പ്രൊവൈഡഡ് at the intersection of different grades in the vertical alignment of highway. It is provided to ease off the gradients for the fast moving vehicles. നമുക്കറിയാം ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് റോഡിലുള്ള റൈസ് അല്ലെങ്കിൽ ഫാൾ, ഉയർച്ചയും താഴ്ചയുമാണ്. ലെങ്ത് വൈസിലുള്ള ഉയർച്ചയും താഴ്ചയാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ഗ്രേഡിയൻറ്റിനെ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കുന്ന കർവ്സിനെയാണ് വെർട്ടിക്കൽ കർവ്സ് എന്ന് പറയുന്നത്. ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വെഹിക്കിൾസിന് ഈസി ആയിട്ട് ആ ഗ്രേഡിയൻറ്റ് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെർട്ടിക്കൽ കർവ്സ് കൊടുക്കാറുള്ളത്. വെർട്ടിക്കൽ കർവ്സ് 2 തരത്തിലുണ്ട്: സമ്മിറ്റ് കർവ് ആൻഡ് വാലി കർവ്. ഇനി നമുക്ക് സമ്മിറ്റ് കർവ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ കർവ് ഹാവിങ് കോൺവെക്സിറ്റി അപ്വേർഡ്സ്. The vehicles traveling on summit curves will problem of discomfort to the passengers. Stopping side distance and overtaking side distance are considered separately while designing summit curves. അപ്വേർഡ് ആയിട്ട് മുകളിലേക്ക് കോൺവെക്സ് ചെയ്ത് നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന രീതിയിലുള്ള കർവ്സിനെയാണ് നമ്മൾ സമ്മിറ്റ് കർവ്സ് എന്ന് പറയുക. സമ്മിറ്റ് കർവ്സിലൂടെ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന് യാതൊരുവിധ ഡിസ്കംഫർട്ടും ഉണ്ടാവില്ല. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസും ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസും ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ സമ്മിറ്റ് കർവ്സ് ഡിസൈൻ ചെയ്യാറ്. സമ്മിറ്റ് കർവ്സ് എന്താണെന്ന് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കയറ്റത്തിൻ്റെ ടോപ്പ് പോർഷനാണ് ഒരു സമ്മിറ്റ് കർവ് എന്ന് പറയുന്നത്. മുകളിൽ കൊടുക്കുന്ന കർവിനെയാണ് നമ്മൾ സമ്മിറ്റ് കർവ് എന്ന് പറയുക. ആൻഡ് ദ സെക്കൻഡ് വെർട്ടിക്കൽ കർവ് ഈസ് വാലി കർവ്സ്. ഇറ്റ് ഹാസ് കോൺവെക്സിറ്റി ഡൗൺവേർഡ്സ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സാഗ് കർവ്സ്. ഡൗൺവേർഡ്സ് കോൺവെക്സിറ്റി, അതായത് താഴത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള കർവ്സ് ആണ് വാലി കർവ്സ്. ഇതിന് സാഗ് കർവ്സ് എന്നും പറയാറുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇറക്കം കൺസിഡർ ചെയ്യുക, അതിൻ്റെ ബോട്ടം പോർഷനിലുള്ള കർവിനെയാണ് നമ്മൾ വാലി കർവ് എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് ഓഫ് കർവ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഇന്ന് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു കർവിൻ്റെ പാർട്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. First element is back tangent. The tangent at the point of commencement of the curve is known as back tangent. ഒരു കർവ് കൺസിഡർ ചെയ്യാം. ആ കർവിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ടാൻജൻറ്റിനെയാണ് ബാക്ക് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ
ഒരു കേർവിലെ ഒരേ ഒരു പോയിന്റിലൂടെ മാത്രം മീറ്റ് ചെയ്ത് പോകുന്ന ലൈനാണ് ടാൻജൻറ്റ്. സെക്കൻഡ് വൺ ഈസ് ഫോർവേഡ് ടാൻജൻറ്റ്. ദ ടാൻജൻറ്റ് അറ്റ് ദ എൻഡ് പോയിന്റ് ഓഫ് ദ കേർവ്. ഒരു കേർവിൻ്റെ എൻഡിലുള്ള അവസാനം കൊടുക്കുന്ന ടാൻജൻറ്റിനെയാണ് നമ്മൾ ഫോർവേഡ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കേർവിൻ്റെ ഫിഗറിൽ എന്താണ് ബാക്ക് ടാൻജൻറ്റ്, എന്താണ് ഫോർവേഡ് ടാൻജൻറ്റ് എന്ന് നോക്കാം. ഈ ഫിഗറിൽ T1B എന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ് ബാക്ക് ടാൻജൻറ്റ്. T2B എന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ് ഫോർവേഡ് ടാൻജൻറ്റ്. തേർഡ് ടേം ഇസ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. The point where back tangent when produced forward and forward tangent when produced backwards meet is known as point of intersection. ബാക്ക് ടാൻജൻ്റായ T1നെ ഫോർവേഡ് മുന്നോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയും ഫോർവേഡ് ടാൻജൻ്റായ T1Bനെ നമ്മൾ ബാക്ക്വേർഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ രണ്ട് ടാൻജൻറ്റ് കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ മുകളിൽ മാർക്ക് ചെയ്തേക്കുന്ന B ആണ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഫോർത്ത് ടേം ഈസ് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ. The angle between back tangent and forward tangent is known as angle of intersection. ബാക്ക് ടാൻജൻറ്റും ഫോർവേഡ് ടാൻജൻറ്റും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ തീറ്റ എന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ. നെക്സ്റ്റ് ടേം ഈസ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. The angle through which forward tangent deflects is known as angle of deflection. Deflection may be either to the right or to the left. It is denoted by delta. ബാക്ക് ടാൻജൻറ്റിൻ്റെ എക്സ്റ്റൻഷനിൽ നിന്ന് ഫോർവേഡ് ടാൻജൻറ്റ് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ആംഗിളിനെയാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഡെൽറ്റ എന്ന് ആണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിളിനെ ഡിനോട്ട് ചെയ്യാറ്. ഈ ഡിഫ്ലക്ഷൻ ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാവും, ചിലപ്പോൾ റൈറ്റ് സൈഡിലേക്കായിരിക്കാം. ഈ ഫിഗറിൽ റൈറ്റ് സൈഡിലേക്കാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ. നെക്സ്റ്റ് ടേം ഈസ് പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ്. ദ പോയിന്റ് T1 where the curve originates from the back tangent is known as point of commencement. It is also known as point of the curve. ഒരു കേർവ് ഒറിജിനേറ്റ് ചെയ്യുന്ന പോയിന്റ്, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് കേർവിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓർ പോയിന്റ് ഓഫ് കേർവ്. ഈ ഫിഗറിൽ T1 എന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ് പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ്. നെക്സ്റ്റ് ടേം ഈസ് പോയിന്റ് ഓഫ് ടാൻജൻസി. The point T2 where the curve joins the forward tangent is known as point of tangency. End point of curve അല്ലെങ്കിൽ ആ കേർവ് ടാൻജൻറ്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന എൻഡ് പോയിൻറ്റിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ടാൻജൻസി. ഈ ഫിഗറിൽ T2 എന്ന് മാർക്ക് ചെയ്തേക്കുന്ന പോയിൻ്റാണ് പോയിന്റ് ഓഫ് ടാൻജൻസി. എയ്ത്ത് ടേം ഈസ് ഡിഫ്ലക്ഷൻ ആംഗിൾ to any point on the curve. The angle between back tangent and the chord joining the point of commencement to that point on the curve is known as deflection angle to any point on the curve. നമുക്ക് ആദ്യം എന്താണ് കോഡ് എന്ന് പറയാം. ഒരു സർക്കിളിലെ അല്ലെങ്കിൽ ഒരു കേർവിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കോഡും ബാക്ക് ടാൻജൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ അറ്റ് എനി പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ സ്മോൾ ലെറ്റർ ഡെൽറ്റ കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നതാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ അറ്റ് പോയിന്റ് C. നെക്സ്റ്റ് ടേം ഈസ് ടാൻജൻറ്റ് ഡിസ്റ്റൻസ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആൻഡ് ദ പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓർ the distance between point of intersection and the point of tangency. അതായത് പോയിന്റ് ഓഫ് കർവ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ടാൻജൻറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ T1B എന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ് ടാൻജൻറ്റ് ഡിസ്റ്റൻസ്. ടാൻജൻറ്റ് ഡിസ്റ്റൻസിന് ഒരു ഡെഫിനിഷനും കൂടിയുണ്ട്. പോയിന്റ് ഓഫ് ടാൻജൻസിയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയോ നമ്മൾ ടാൻജൻറ്റ് ഡിസ്റ്റൻസ് എന്ന് തന്നെയാണ് പറയുക. ഈ ഫിഗറിൽ T2B എന്ന് മാർക്ക് ചെയ്തേക്കുന്നതും
ടാൻജൻറ്റ് ഡിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് ടേം ഈസ് ലെങ്ത് ഓഫ് ദ കർവ്. ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കർവ് ഫ്രം ദ പോയിൻ്റ് ഓഫ് കർവ് ടു ദ പോയിൻ്റ് ഓഫ് ടാൻജൻസി. ഒരു കർവിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് പോയിൻ്റ് ഓഫ് കർവ് തൊട്ട് കർവിൻ്റെ എൻഡിങ് പോയിൻ്റ് ഓഫ് ടാൻജൻസി വരെയുള്ള ടോട്ടൽ ലെങ്ത് ഫിഗറിൽ T1, C, T2 എന്ന് മാർക്ക് ചെയ്തേക്കണ കർവിൻ്റെ മൊത്തമുള്ള ലെങ്ത്തിനെയാണ് ടോട്ടൽ ലെങ്ത് ഓഫ് കർവ് എന്ന് പറയുന്നത്. 11th term is long chord. The chord joining the point of commencement and the point of tangency is known as long chord. ഒരു കർവിലെ ഏറ്റവും വലിയ കോഡ്, അതായത് പോയിൻ്റ് ഓഫ് ടാൻജൻസി വരെ കണക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കോഡിനെ പറയുന്ന പേരാണ് ലോങ് കോഡ്. T2 എന്ന് മാർക്ക് ചെയ്തേക്കുന്ന കോഡാണ് ലോങ് കോഡ്. 12th element is mid-ordinate. The ordinate joining the midpoint of the curve and the long chord is known as mid-ordinate. ഒരു കർവിൻ്റെ സെൻറ്റർ പോയിൻ്റ്, അതായത് മിഡ് പോയിൻറ്റും ലോങ് കോഡും തമ്മിലുണ്ടാകുന്ന ഓർഡിനേറ്റിനെയാണ് നമ്മൾ മിഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഫിഗറിൽ CD എന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ് മിഡ് ഓർഡിനേറ്റ്. 13th element is normal chord. A chord between two successive regular pegs on the curve is known as normal chord. നമുക്കറിയാം, ഒരു കർവ് നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ സെൻറ്റർ ലൈൻ നമ്മൾ പെഗ് വെച്ച് മാർക്ക് ചെയ്യും. അടുത്തടുത്തുള്ള രണ്ട് സക്സസീവ് ആയിട്ടുള്ള പെഗ്സ് തമ്മിലുള്ള കോഡിനെ അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ നോർമൽ കോഡ് എന്ന് പറയുക. ആ കർവിൽ ഉണ്ടാക്കുന്ന കോഡിനെ, സക്സസീവ് ആയിട്ടുള്ള രണ്ട് പെഗ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ആണ് നോർമൽ കോഡ് എന്ന് പറയുന്നത്. ഫിഗറിൽ T1, C എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് ഒരു നോർമൽ കോഡാണ്. 14th element is subchord. When the chord is shorter than normal chord, it is known as subchord. It generally occurs at the beginning and at the end of the curve. നോർമൽ കോഡിനേക്കാളും ചെറിയ കോഡ്സിനെ നമ്മൾ സബ് കോഡ് എന്നാണ് പറയാറുള്ളത്. ഇത് ജനറലി ഒരു കർവിൻ്റെ തുടക്കത്തിലും അവസാനത്തിലുമാണ് കാണാറ്. 15th element is apex distance. The distance between the center of the curve to the point of intersection of the simple circular curve is known as apex distance. കർവിൻ്റെ മിഡ് പോയിൻ്റ്, ഫിഗറിൽ C എന്ന് മാർക്ക് ചെയ്തേക്കണ കർവിൻ്റെ സെൻറ്റർ പോർഷനും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ മുകളിൽ B എന്ന് മാർക്ക് ചെയ്തേക്കണ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് എപെക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫിഗറിൽ CB എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് അപെക്സ് ഡിസ്റ്റൻസ്. ഡിഗ്രി ഓഫ് കർവ്. It is defined either on the basis of an arc or a chord. According to arc definition, the degree of a curve is defined as the central angle by an arc of 30 or 20 meter length. According to the chord definition, chord of 30 or 20 meter length. ഡിഗ്രി ഓഫ് കർവിനെ രണ്ട് രീതിയിലാണ് ഡിഫൈൻ ചെയ്യാറ്, ആർക്കിൻ്റെ ബേസിസിലും കോഡിൻ്റെ ബേസിസിലും. ആർക്ക് ഡെഫിനിഷൻ അനുസരിച്ച് 30 അല്ലെങ്കിൽ 20 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത്. കോഡ് ഡെഫിനിഷൻ അനുസരിച്ചാണെങ്കിൽ 30 അല്ലെങ്കിൽ 20 മീറ്റർ ലെങ്ത് ഉള്ള കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിളിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഗ്രി ഓഫ് കർവും റേഡിയസ് ഓഫ് കർവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. 30 മീറ്റർ നീളമുള്ള ഒരു ആർക്കാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ റേഡിയസും ഡിഗ്രിയും തമ്മിലുള്ള റിലേഷൻ R is equal to 1718.9 divided by D, approximately equal to 1719 by D. അതായത് R is equal to 1719 by D എന്നുള്ളതാണ് റേഡിയസ് ഓഫ് കർവും ഡിഗ്രി ഓഫ് കർവും തമ്മിലുള്ള റിലേഷൻ. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവും D എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കർവും ആണ്. ഇനി 20 മീറ്റർ ലെങ്ത് ഉള്ള ആർക്കാണെങ്കിൽ റേഡിയസും ഡിഗ്രിയും തമ്മിലുള്ള റിലേഷൻ R is equal to 1145.9 by D, approximately equal to 1146 by D. സെയിം പോലെ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവും D എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് കർവും ആണ്. ഇനി 30 മീറ്റർ ലെങ്ത് ഉള്ള കോഡാണെന്ന് കരുതുക.
റേഡിയസും ഡിഗ്രിയും തമ്മിലുള്ള റിലേഷൻ r is equal to 15 divided by sin d/2. ഇനി 20 മീറ്റർ ലെങ്ത് ഉള്ള കോഡാണെങ്കിൽ r is equal to 10 divided by sin d/2. Setting out a simple circular curve. It means locating various points at equal and convenient distances along the length of a curve. Distance between any two successive points is called peg interval. Setting out എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ പെഗ്സ് യൂസ് ചെയ്തിട്ട് കർവ്സിൻ്റെ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്ത് പോകുന്നതിനെയാണ് സെറ്റിംഗ് ഔട്ട് ഓഫ് സിമ്പിൾ കർവ് എന്ന് പറയുന്നത്. ഇനി അടുത്തടുത്തുള്ള രണ്ട് സക്സസീവ് ആയിട്ടുള്ള പെഗ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് പെഗ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. Since it is impractical to measure peg interval along the arc, it is measured along the chord. പെഗ് ഇൻ്റർവൽ ആർക്കിന് അലോങ് ആയിട്ട് മെഷർ ചെയ്യാൻ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ചെറിയ കേർവ് ഉണ്ടല്ലോ, അതുകൊണ്ട് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും പെഗ് ഇൻ്റർവൽ നമ്മൾ കോഡിന് അലോങ് ആയിട്ടാണ് മെഷർ ചെയ്യാറ്. കോഡിൻ്റെ ലെങ്ത്ത് 1/20 ഓഫ് റേഡിയസിനെക്കാട്ടിലും കുറവാണ് എന്നുണ്ടെങ്കിൽ കോഡിൻ്റെ ലെങ്ത്തും ആർക്കിൻ്റെ ലെങ്ത്തും ഏകദേശം ഈക്വൽ ആണെന്നാണ് പറയുക. യൂഷ്വലി നമ്മൾ പെഗ് ഇൻ്റർവൽ 20 അല്ലെങ്കിൽ 30 മീറ്റർ ആയിട്ടാണ് ചൂസ് ചെയ്യാറ്. ഇനി ഷാർപ്പ് കേർവ്സ് ഒക്കെയാണ് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെഗ് ഇൻ്റർവൽ ഇതിനെക്കാട്ടിലും കുറച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരു സിമ്പിൾ കർവിനെ സെറ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്, ലീനിയർ മെത്തേഡ് ആൻഡ് ആംഗുലാർ മെത്തേഡ്. ലീനിയർ മെത്തേഡിൽ ചെയിൻ ടേപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ആംഗുലാർ മെത്തേഡിലാണെങ്കിൽ തിയോഡലൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. അത് ഒരു ചെയിൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടേപ്പ് ഉപയോഗിക്കുകയും ചെയ്യാം, ഉപയോഗിച്ചാലും കുഴപ്പമില്ല. തിയോഡലൈറ്റ് എന്തായാലും മസ്റ്റാണ്, അതായത് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി. ലീനിയർ മെത്തേഡിനേക്കാളും അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ആംഗുലാർ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ അതാണ് നമ്മളിപ്പോൾ എപ്പോഴും ഒരു കർവ് സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ടാൻജൻറ്റ് ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ടാൻജൻറ്റ് ലെങ്ത്ത് T is equal to r tan delta/2. T എന്ന് പറയുന്നത് ടാൻജൻറ്റ് ലെങ്ത് ആണ്, r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവ് ആണ്, ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്. ഒരു കർവിനെ സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ജനറലി 5 ലീനിയർ മെത്തേഡ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഓഫ്സെറ്റ് ഫ്രം ദ ലോങ് കോഡ്, സെക്കൻഡ് വൺ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ഫ്രം ദ ടാൻജൻറ്റ്, തേർഡ് വൺ റേഡിയൽ ഓഫ്സെറ്റ് ഫ്രം ദ ടാൻജൻറ്റ്, fourth one successive bisection of arcs, and fifth one offset from the chord produced. Similarly angular methods 3 ടൈപ്പിലുണ്ട്, അതായത് 3 രീതിയിലും ആംഗുലർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് സിമ്പിൾ കർവ് സെറ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ റാങ്കൈൻസ് മെത്തേഡ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ, ഇതിന് 1 തിയോഡലൈറ്റ് മെത്തേഡ് എന്ന് പറയാറുണ്ട്. സെക്കൻഡ് വൺ 2 തിയോഡലൈറ്റ് മെത്തേഡ്, ആൻഡ് തേർഡ് വൺ ടാക്യോമെട്രിക് മെത്തേഡ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡ്സിന് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് IRC റെക്കമെൻഡ് ചെയ്യുന്ന മിനിമം റേഡിയൈ ആണ്, അതായത് ഹൊറിസോണ്ടൽ കർവ്സിന് കൊടുക്കേണ്ട മിനിമം റേഡിയൻ്റെ ഒരു ടേബിളാണിത്. ഇതൊന്ന് നോട്ട് ചെയ്യണം, കാരണം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്.